ഞാൻ ഓൾറെഡി ഭയങ്കരമായിട്ട് അപ്സെറ്റായി. ഇനിയിപ്പോൾ പൈസ വേണ്ട, കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല. അപ്പോൾ ഡിസംബർ 7-ാം തീയതി വിവാഹമാണ്. അപ്പോൾ ഞാൻ ഓടി വന്നു ഇവിടെ. എന്നിട്ട് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അന്ന് കാലത്ത് വണ്ടി കയറിയിട്ട് അവിടെ ചെല്ലുമ്പോൾ അവിടെ പൈസ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറൊരു കൂട്ടുകാരൻ വന്നിട്ട് പുള്ളിയോട് പറഞ്ഞു ഞാൻ കൊടുക്കാം പൈസ തൽക്കാലത്തേക്ക്. അപ്പോൾ 8 ലക്ഷം രൂപയും എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അവിടെ ചെല്ലുമ്പോൾ. പിന്നെ ഇവിടെ താഴെ ഒരു കുട്ടി ഉണ്ടാവാനുള്ളൊരു പ്രാർത്ഥനയുണ്ട്. ഒരു കുട്ടി ഉണ്ടാവണം, ഒരു ആൺകുട്ടി ഉണ്ടാവുകയാണെന്ന് വെച്ചാൽ ഇവിടെ വന്ന് ചോറ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ചേട്ടാ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ, ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ എന്തെങ്കിലും അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടായോ എന്ന് പറയാമോ? ജീവിതത്തിൽ ഇതാണ്, ചെറുപ്പത്തിൽ കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ആക്ച്വൽ സ്ഥലം എന്ന് പറയുന്നത് കായംകുളമാണ്. അപ്പോൾ എനിക്ക് എന്തവധി കിട്ടിക്കഴിഞ്ഞാലും ഞാൻ ഉടൻ തന്നെ നേരെ ഇവിടേക്കാണ് വരിക. ഏതവധി, ഈവൻ തിരുവോണത്തിൻ്റെ അവധി കിട്ടിക്കഴിഞ്ഞാലും ഞാൻ നേരെ ഇവിടേക്കാണ് വരും. അപ്പോൾ കാരണം കായംകുളം അറിയുമല്ലോ, കായംകുളം ഇവിടെ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഞാനിങ്ങനെ ശ്രീകൃഷ്ണൻ്റെ ഭക്തനാണ്. ഏത് സമയം എനിക്ക് കിട്ടിക്കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് വരിക. അപ്പോൾ അവസാനം എന്ത് ചെയ്തു, എനിക്ക് ഇവിടുന്ന് തന്നെ ഗുരുവായൂരിന്ന് കുറച്ച് വടക്കോട്ട് മാറിയിട്ട് ഞാൻ വിവാഹം കഴിക്കിച്ചു. പിന്നെ ഇവിടെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എനിക്കിപ്പോൾ വീട് വെച്ചത്. പിന്നെ പല പ്രാവശ്യവും എനിക്ക് ജീവിതത്തിൽ ഒരുപാട് കഠിനമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. വീടൊക്കെ വിറ്റ്, പക്ഷെ ഒരിക്കലും എൻ്റെ ഗുരുവായൂരിനടുത്തൊരു വീട് വിൽക്കാന്ന് പറയുന്നത് സിമ്പിളാണ്. ഒരുപാട് ആവശ്യക്കാരുണ്ട്, പക്ഷെ എൻ്റെ വീട് ഒരിക്കലും വിറ്റ് പോയിട്ടില്ല. അതിന് മാത്രം ആരും വരില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, പിന്നെ എന്ത് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലും ജീവിതത്തിൽ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് കിട്ടുമെന്നറിയില്ല. എന്ത് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലും എനിക്കിപ്പോൾ ജോലിയില്ല, ഞാൻ ഒരു പ്രവാസിയായിരുന്നു. പക്ഷേ എന്ത് പ്രശ്നം ഉണ്ടായാലും എൻ്റെ ബാങ്കിൽ പൈസ ഉണ്ടാവും. ഞാൻ അമ്പലത്തിൻ്റെ ആ ദീപസ്തംഭത്തിൻ്റെ അവിടെ ആദ്യം നിന്ന് തൊഴാറുള്ളൂ. ഞങ്ങൾക്ക് പ്രത്യേകം കാർഡുണ്ട്. അകത്ത് വേറെ ക്യൂവിൽ പോകാമല്ലോ ഉള്ളിലൂടെ, പ്രാദേശിക ഇതിലായതുകൊണ്ട്. പക്ഷേ ഞാൻ പോയി തൊഴാറില്ല. ഞാൻ ആ ദീപസ്തംഭത്തിൻ്റെ അവിടെ നിന്ന് തൊഴാറ് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളപ്പോൾ ഞാൻ ആ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ അവിടെ ഇരിക്കും. ഇരുന്നതിന് ശേഷം പുള്ളിയോട് ഇങ്ങനെ സമ്മതിക്കും, ഇന്നതാണ് പ്രശ്നം, പരിഹാരം ഉടനുണ്ട്. ഇന്ന് വരെ പരിഹാരം ഉണ്ടെന്നുള്ള ഉടൻ പരിഹാരമാണ്. ഇപ്പം ഈ മോളുടെ വിവാഹമാണ്, രണ്ടാമത്തെ മോളുടെ വിവാഹമാണ്. അപ്പോൾ എൻ്റെ ഒരു സ്ഥലം വിറ്റിട്ട് വേണമായിരുന്നു, അത് മുതുകുളത്തുള്ളത് തന്നെയാണ്. അതിനുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ, കാരണം അത് ഒരു വാങ്ങാമെന്ന് പറഞ്ഞാൽ അതിന് ഒരു നടുവിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് പൈസ ഒക്കെ സ്റ്റക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി ഭയങ്കരമായിട്ട് അപ്സെറ്റായി. ഇനിയിപ്പോൾ പൈസ വേണ്ട, കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല. അപ്പോൾ ഡിസംബർ 7-ാം തീയതി വിവാഹമാണ്. അപ്പോൾ ഞാൻ ഓടി വന്നു ഇവിടെ. എന്നിട്ട് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അന്ന് കാലത്ത് വണ്ടി കയറിയിട്ട് അവിടെ ചെല്ലുമ്പോൾ അവിടെ പൈസ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറൊരു കൂട്ടുകാരൻ വന്നിട്ട് പുള്ളിയോട് പറഞ്ഞു ഞാൻ കൊടുക്കാം പൈസ തൽക്കാലത്തേക്ക്. അപ്പോൾ 8 ലക്ഷം രൂപയും എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അവിടെ ചെല്ലുമ്പോൾ. 10 മണിക്ക്, രാവിലെ 6 മണിക്കാണ് സംഭവം. ഏതാണ്ട് 12 മണിയായപ്പോൾ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ റെഡിയാണ്. അപ്പോൾ ഇന്ന് വരെ അങ്ങനെയാണ്, ഒരു പ്രശ്നം ഒരിക്കലും ഉണ്ടാവാറില്ല. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ ഈ പ്രകടിപ്പിച്ച് ഭക്തിയൊന്നും കാണിക്കണ്ട. ഇവിടെ പോയിട്ട് ഇടിച്ച് നിന്ന് ക്യൂന്ന് അങ്ങനെയൊന്നും വേണ്ട. ആ ദീപസ്തംഭത്തിൻ്റെ അവിടെ നിന്ന് ഉള്ളിലൂടെ നേരെ നോക്കിക്കഴിഞ്ഞാൽ, കാരണം അവിടെ സ്ലോപ്പായിട്ടാണ് വേണ്ടത്, അവിടെ നിന്ന് നേരെ നമുക്ക് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേഷനിൽ വെച്ചാൽ നമ്മുടെ മനസ്സിലായി. എന്നത്തെ അനുഭവമാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ക്ലിയറാണ്. കൃഷ്ണന് അതുകൊണ്ടാണ്, കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ദൈവസങ്കല്പമല്ലോ, നമ്മുടെ ഒരു കുഞ്ഞു സങ്കല്പമല്ലേ. ഇതെൻ്റെ കൊച്ചുമോളാണ്. ഇതേ നാളെ ഒരുങ്ങുന്നുണ്ട് സ്റ്റേഷനായിട്ട്. കുഞ്ഞായിട്ട്, കാരണം നമ്മുടെ കുഞ്ഞാണ്. ഇപ്പം എൻ്റെ വീട്ടിലെ അംഗങ്ങളെന്ന് പറയുന്നത് 5 പേരാണ്. ജ്യേഷ്ഠനും ബാക്കി 2 പെൺകുട്ടികളും ഭാര്യയും. അങ്ങനെ വീടിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഗുരുവായൂരപ്പൻ. അപ്പോൾ കണ്ണനായിട്ടാണ് നമ്മുടെ ഒരു ഈ ഓമനത്വമുള്ള ഒരു സ്വഭാവത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഓമനയായിട്ട് നമ്മൾ ആരാധിക്കുന്ന ഒരു ദൈവം വേറെയില്ല. ഇപ്പോൾ അയ്യപ്പനാണെങ്കിലും ശിവനാണെങ്കിലും അങ്ങനെയൊക്കെ അത് നോക്കും, അത് വേറൊരു ഭാവമാണ് അല്ലേ. ശ്രീകൃഷ്ണൻ്റെ ഭാവം എന്ന് പറയുന്നൊരു കുഞ്ഞു ഭാവമാണ്. ആ കുഞ്ഞായിട്ട് നമ്മുടെ വീട്ടിലെ കൊച്ചു കുഞ്ഞായിട്ടാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പോൾ ആ ഒരു വാത്സല്യം, അതിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത അങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ ചുമ്മാ ഒരു ഇതുപോലെ ചോദിക്കുകയാണെങ്കിൽ, അപ്പോൾ നാളെ ഇപ്പോൾ ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ കൃഷ്ണൻ വന്നിട്ട് മുമ്പിൽ വന്നിട്ട് ഒരു ആഗ്രഹം ചോദിച്ചോളൂ, ഒരു വരം ചോദിച്ചോളൂ എന്ന് ചോദിച്ചാൽ എന്തായാലും ചോദിക്കുക? അത് പണ്ട് പോലെ ഞാൻ ആഗ്രഹിക്കുന്ന ഇതാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് മാത്രമാണ്. ഒരു കാര്യം ഞാൻ പറയാറില്ല, ദൈവമേ എന്നെ എൻ്റെ വീട്ടുകാരും രക്ഷിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറില്ല. എല്ലാവരും രക്ഷിക്കണമെന്ന് മാത്രമേ പറയാറുള്ളൂ. ഇന്നും അത് മാത്രമല്ല, ലോകത്തിലെ എല്ലാ ആൾക്കാർക്കും
ഈ അങ്ങയുടെ ഭക്തരായിട്ടുള്ള എല്ലാ മനുഷ്യർക്കും ചരാചരങ്ങൾക്കും ഒക്കെ സന്തോഷം തന്നെ കൊടുക്കുക. വേറെ ഒന്നും പ്രത്യേകിച്ച് എനിക്ക് ആഗ്രഹമില്ല. എൻ്റെ ജീവിതം അങ്ങയുടെ ഒത്ത് ഈ ഗുരുവായൂരിൽ ജീവിക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം വളരെയാണ്. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിലും അങ്ങനെ തന്നെ ആവട്ടെ. വേറെ ഒരു ആഗ്രഹം എനിക്കില്ല. ചേട്ടാ ഇവിടുത്തെ പ്രധാന വഴിപാടെന്താ? പ്രധാന വഴിപാട് ഉദയാസ്തമന പൂജയാണ്. അത് എളുപ്പമല്ല ചെയ്യാൻ. ഉദയാസ്തമന പൂജയ്ക്കൊക്കെ നമുക്ക് വളരെ ദൂരെ വളരെ കാലങ്ങൾക്ക് മുമ്പ് ബുക്ക് ചെയ്യണം. അത് വലിയ ചിലവാണ്. പിന്നെ പാൽപ്പായസം അറിയാമല്ലോ, ഉണ്ണിക്കണ്ണൻ്റെ പാൽപ്പായസം അങ്ങനെ ഉള്ളതാണ്. പിന്നെ ഡെയിലി വേറെ മറ്റുള്ള ഒരുപാട് വഴിപാടുകളുണ്ട്. കളഭം ആണ്, അതുപോലെ മറ്റുള്ള കൊച്ചു കൊച്ചു വഴിപാടുകൾ ധാരാളമുണ്ട്. പിന്നെ കൃഷ്ണനാട്ടമുണ്ട്, പ്രാധാന്യമുള്ളതാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ പ്രാർത്ഥിക്കാറുണ്ട്, ഇങ്ങനെ ചെയ്തേക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കലും ഇത് തരാമെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് പ്രാർത്ഥിച്ചിട്ടില്ല ഒരിക്കലും. പക്ഷേ എനിക്ക് എല്ലാ അനുഭവമാണ് എന്നും കണ്ണൻ്റെ കാര്യത്തിൽ. അപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയണ്ട, കണ്ണനെ അറിയാമല്ല. എന്നിരുന്നാലും ഇവിടെ വരുമ്പോൾ സാറിന് ചെയ്യണ വഴിപാട് ഞാൻ പാൽപ്പായസം ചെയ്യാറുണ്ട്. ഇപ്പം നാളത്തെ സാധാരണ നാളെ ഒരു വഴിപാട് എന്തെങ്കിലും അപ്പമൊക്കെ ഉണ്ടാവാറുണ്ട്. നാളെ ഒരു എമൗണ്ടിൻ്റെ വഴിപാട് ചെയ്യും. പിന്നെ ഭഗവാന് ഒരുപാട് വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പ്രാർത്ഥനയൊക്കെ ആയിട്ടാണ് ഇവളുണ്ടായത്. എന്നിട്ട് ഇവിടെ വന്നിട്ടാണ് ചോറൊക്കെ കൊടുത്തത്. സ്ഥിരമായിട്ട് ഗുരുവായൂർ വരാറുണ്ടോ? ആ, വരാറുണ്ട്. നമ്മുടെ സാധാരണ വരുമ്പോൾ എന്തൊക്കെ വഴിപാട് നടത്താറില്ല? ഇവിടെ വരുമ്പോൾ കദളിപ്പഴം, പിന്നെ വഴിപാടുകളൊക്കെ ആണ് നടത്താറില്ല. ഇപ്പോൾ ഒരു ഇത് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം എന്തുകൊണ്ടായിരിക്കും കണ്ണൻ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ എല്ലാവർക്കും ഇത്ര ഭക്തി അല്ലെങ്കിൽ ഇഷ്ടം എന്തായിരിക്കും? വിളി കേൾക്കണ ഒരു ഇതായിട്ടാണ് ഉള്ളത്. എന്താണ് കുറേ കുട്ടിക്കാലം മുതൽ തന്നെ ഒരുപാട് ഇഷ്ടമായിട്ട് തന്നെയാണ് ഭഗവാനെ കണ്ടിട്ടുള്ളത്. അങ്ങനെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇതുപോലെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വഴിപാട് നേർന്നിട്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ലൈഫിൽ എന്തെങ്കിലും ഓർമ്മയിൽ വരുവാണെങ്കിൽ എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ കാര്യങ്ങൾ? ഏട്ടന് കുറേ മുന്നേ ഇങ്ങനെ വയറ് വേദനയൊക്കെ ആയിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഒക്കെ മാറിയത്. എപ്പോൾ പ്രാർത്ഥിച്ചാലും അപ്പം തന്നെ ഉടനെ ഫലം ഉണ്ടാവും. ഭഗവാനെ വിളിച്ച വിളി കേൾക്കാറുണ്ട്. അപ്പോൾ ചുമ്മാ ഒരു രസകരമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഭഗവാൻ ജസ്റ്റ് മുന്നിൽ വന്നിട്ടൊരു ആഗ്രഹം പറഞ്ഞോളൂ അല്ലെങ്കിൽ ഒരു വരം ചോദിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ചോദിക്കാൻ പെട്ടെന്ന്? അങ്ങനെ ചോദിക്കാന്ന് വെച്ചാൽ എന്താണ് ഇവിടെ നല്ല രീതിയിൽ ഒന്ന് ഭഗവാനൊക്കെ ഒന്ന് ഒരു എന്താ പറയുക പഠിച്ച് നല്ല രീതിയിൽ ആയി കിട്ടാനും അതിൻ്റെ ഒരു പ്രാർത്ഥന ഉണ്ട്. പിന്നെ നമ്മളെ താഴെ ഒരു കുട്ടി ഉണ്ടാവാനുള്ളൊരു പ്രാർത്ഥന ഉണ്ട്. ഒരു കുട്ടി ഉണ്ടാവണം, ഒരു ആൺകുട്ടി ഉണ്ടാവുകയാണെന്ന് വെച്ചാൽ ഇവിടെ വന്ന് ചോറ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വഴിപാട് നടക്കട്ടെ, ആഗ്രഹം പോലെ നടക്കട്ടെ.